കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 10-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു, ഭോഷനായ മകൻ അമ്മയ്ക്ക് വ്യസനഹേതുവാകുന്നു. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്ത ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ശ്രദ്ധിച്ചേ, ഇന്ന് ഏറ്റവും കൂടുതൽ തകരുന്ന, നശിക്കുന്ന പാപത്തിൻ്റെ അടിമത്വത്തിലേക്കും ഇന്നത്തെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലഹരിയോ വെറിക്കോത്തോ അധാർമികതകളോ ഒക്കെ ഏറ്റവും കൂടുതൽ വ്യാപരിച്ചിരിക്കുന്നത് നമ്മുടെ തലമുറകളുടെ മേലാണ്, അല്ലേ? ഈ ഇന്നത്തെ ബാല്യ യൗവന തലമുറകളിലേക്കാണ് ഇത് കൂടുതലും വ്യാപരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള സിഗ്നൽസ് എന്ന് പറയുന്നില്ലെങ്കിൽ അതിൻ്റെ അടയാളം എന്ന് പറയുന്നത് പലപ്പോഴും മാതാപിതാക്കളെ അനുസരിക്കാത്ത തലമുറകൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച്, എല്ലാ കാലത്തും അനുസരണം കെട്ട തലമുറകൾ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നാൽ കഴിഞ്ഞ കാലത്തേക്കാൾ ഉപരിയായി, കഴിഞ്ഞ തലമുറയേക്കാൾ ഉപരിയായി ഈ തലമുറയിലത് കൂടി വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം, പല കേസുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സാധാരണ ആൺപിള്ളേർ മാത്രമില്ലെങ്കിൽ പുരുഷന്മാർ മാത്രമെന്നുള്ള തലത്തിനകത്ത് ഇന്ന് പെൺകുട്ടികളോ യൗവനക്കാരികളോ സ്ത്രീകളിലേക്ക് കുറ്റകൃത്യങ്ങൾ വഴിമാറിയിരിക്കുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മൾ വന്നു നിൽക്കുന്നത്. ഇതിൻ്റെ എല്ലാം ബേസിക് ആയിട്ടുള്ള വിഷയമെന്ന് പറയുന്നത് അനുസരണക്കേടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ദൈവം കഴിഞ്ഞാൽ, വേദപുസ്തക പ്രകാരമുള്ള ഒരു ചിന്തയാണ് ഞാൻ പറയുന്നത്, ദൈവം കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് നമ്മുടെ മാതാപിതാക്കൾ എന്ന് പറയുന്നത്, അല്ലേ? മാതാപിതാക്കൾ കഴിഞ്ഞിട്ടല്ല ദൈവം. നമ്മൾ സാധാരണ ഇങ്ങനെ ഈ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന സമയത്തും ഇങ്ങനെ പറയാറുണ്ട്, മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ വേദപുസ്തകത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അങ്ങനെയല്ല. ദൈവത്തിന് തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ദൈവത്തിന് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അപ്പനെയും അമ്മയും അനുസരിക്കുക, ഇല്ലെങ്കിൽ ബഹുമാനിക്കുക എന്നുള്ളതാണ്. ദൈവം പറഞ്ഞ കൽപ്പനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. എന്തുവാണ്? വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് ഈ വാക്യങ്ങൾക്കകത്ത് നിന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, അതാണ് ഈ സദൃശ്യവാക്യം 10-1 പറയുന്നത്. സ്തോത്രം, ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കും. സ്തോത്രം, ഭോഷനായ മകനോ അമ്മയ്ക്ക് വ്യസനഹേതുവായിട്ട് മാറും. പലപ്പോഴും മാതാപിതാക്കൾക്ക് വേദന ഉണ്ടാക്കുന്ന മക്കളെ നമ്മൾ ഈ കാലത്ത് കണ്ടിട്ടുണ്ട്. എന്നാൽ തിരുവചനം പറയുന്നു, ജ്ഞാനമുള്ള മകനാണോ നിശ്ചയമായി നിങ്ങളുടെ പിതാവിനെ മാതാവിനെ സന്തോഷിപ്പിക്കുവാൻ തക്കവണ്ണം ഇടവരും. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഈ പ്രഭാതത്തിൽ കൈമാറാൻ ആഗ്രഹിക്കുന്ന ഒരു ചിന്ത, ദൈവത്തിൻ്റെ വചനമനുസരിക്കുന്ന, ദൈവഹിതം ചെയ്യുന്ന ഒരു ദൈവപൈതൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ വചനമനുസരിച്ച് മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങളിൽ തരികയാണ്. അവിടെ നിന്ന് ചിറകടിയും മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്താട്ട് കർത്താവ് ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗമിടവരുത്തും. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.